മഴതോരു മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ ചികിത്സയ്ക്കും ഹോസ്പിറ്റൽ വാസത്തിനൊക്കെ ശേഷം വൈജയന്തി തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിൽ വന്നതിന് ശേഷവും ഒരുപാട് നാളത്തെ ചികിത്സയ്ക്ക് ശേഷവും മാത്രമാണ് വൈജയന്തി പഴയതുപോലെ ഒന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുന്ന സമയത്താണ് ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള സംഭാഷണം വൈജയന്തി കേൾക്കാനിടയാവുന്നത്. അതിനിടയിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, നീ ഇങ്ങനെ വീട്ടിൽ എല്ലാവർക്കും വച്ചു വിളമ്പി കൊടുത്താൽ മാത്രം മതിയോ? നിനക്കെന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ വേണ്ടേ മോളെ? എൻ്റെ കാലം കഴിഞ്ഞാൽ നിന്നെ ആര് നോക്കും? നിനക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് അത്രയും നല്ലതല്ലേ? എന്നും മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കേട്ടിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയൂ? സ്വന്തമായിട്ടൊരു വരുമാനം വേണ്ടേ മോളെ? അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ഛൻ കുറേ പണം നിൻ്റെ പേരിൽ ഇട്ടിട്ടുമുണ്ട്. പക്ഷേ അത് മാത്രം മതിയോ? നിനക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് നീ കുറച്ച് പൈസയെങ്കിലും ഉണ്ടാക്കണം മോളെ. അതിന് നിനക്കൊരു തൊഴിൽ വേണം. നീ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാക്കി നിനക്ക് പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ ഇനി എനിക്ക് വയ്യച്ചാ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എനിക്കിനി അങ്ങ് പഠിക്കാനോ ജോലിക്ക് പോകാനൊന്നും വയ്യ. ഞാനിവിടെ നിങ്ങളുടെ കാര്യമൊക്കെ നോക്കി ഇവിടെ കഴിഞ്ഞോളാം. എനിക്കങ്ങനെ പണത്തിനോട് ആർത്തിയൊന്നുമില്ല അച്ഛാ. അയ്യോ മോളെ, നിനക്ക് പണത്തിൻ്റെ ആർത്തി ഉണ്ടെന്നല്ല അച്ഛൻ പറഞ്ഞത്. എന്നെങ്കിലും നമ്മൾ ₹1 സമ്പാദിച്ചാൽ അത് നമുക്കൊരു നല്ല കാര്യമല്ലേ മോളെ? അതിനു വേണ്ടി പറഞ്ഞതാ. അല്ലാതെ ആരുടെയും കയ്യിൽ നമുക്കപ്പോൾ കൈ നീട്ടേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ. ഇതെല്ലാം കേട്ടുകൊണ്ട് വൈജയന്തി തൊട്ടപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. വൈജയന്തി പെട്ടെന്ന് വല്ലാതെ ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ്. ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇനി ആ പെണ്ണിനെ ഇനി ജോലിക്കും കൂടെ വിടാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് കാട്ടിക്കൂട്ടിയ പുകലുകളെല്ലാം എനിക്ക് പറയാൻ വയ്യ. എന്നിട്ടിപ്പോൾ ഇനി അടുത്ത് ജോലിക്കും കൂടെ പോയി അവിടെ ഇനി ആരെങ്കിലും വശീകരിച്ച് കൊണ്ടുവരണം. ഏതൊക്കെ വീടുകളിൽ നിന്നിട്ടുണ്ടോ അവിടെ എല്ലാം ഉള്ള ആളുകളെ എല്ലാം വശീകരിച്ച് വെച്ചിട്ടുണ്ട്. അവസാനമായിരിക്കും ഇവിടേക്ക് വന്നത്. എന്നിട്ട് നിങ്ങളുടെ മകളെന്നുള്ള പേര്. എന്തിനാ ബാലചന്ദ്ര ഈ നാടകമൊക്കെ കളിക്കുന്നത് എന്നിങ്ങനെ വല്ലാതെ ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കും ഇത് കേൾക്കുമ്പോൾ വല്ലാതെ സങ്കടമാവുന്നുണ്ട്. സ്വന്തം പെറ്റമ്മയാണല്ലോ തൻ്റെ മകളെ ഇത്രയും മോശമായിട്ട് പറയുന്നത് എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ബാലചന്ദ്രൻ വല്ലാതെ ദേഷ്യത്തോടു കൂടി വൈജയോട് പറയുന്നുണ്ട്, നീ എത്ര നല്ലവളാണോടി? നിനക്ക് ആ കുട്ടിയെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ് വൈജയ ഇരിക്കുന്നത്? നീ അല്ലെങ്കിലും നിൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. എന്നിട്ട് നീ മറ്റുള്ളവരെ കുറ്റം പറയാൻ പഠിക്ക് വൈജയെ. നിനക്ക് നാണമില്ലേ? നിങ്ങൾ കൂടുതൽ ഇവിടെ ആൾ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം ഇത് നിങ്ങളുടെ വഴിപിഴച്ചുണ്ടായ ബന്ധത്തിലുണ്ടായ മകളൊന്നും അല്ല എന്നുള്ള കാര്യം. നിങ്ങൾക്കൊരുത്തിയെ വേണം, അതിനുവേണ്ടി നിങ്ങൾ കൊണ്ട് താമസിപ്പിക്കുന്നു പേര് മകളെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ വല്ലാതെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, നിനക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ലേ വൈജയ്? നിനക്കാണെങ്കിലോ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വൈജയ് അങ്ങ് വല്ലാതെ ഷോക്കായി പോവുകയാണ്. ബാലചന്ദ്രൻ തൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ വൈജയ് അങ്ങ് വാ അടച്ചു പൂട്ടുന്നുണ്ട്. കുറേ സമയം വൈജയ് ഇങ്ങനെ തനിയെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, എന്തായിരിക്കും ബാലചന്ദ്രൻ അങ്ങനെ ഒരു മറുപടി തരാൻ കാരണം? എൻ്റെ പഴയ കാര്യങ്ങളെങ്ങാനും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അതുകൊണ്ടാണോ ബാലചന്ദ്രൻ എന്നോട് അത്ര ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത്? ഇതുവരെയായിട്ട് ബാലചന്ദ്രൻ എന്നോട് അങ്ങനെ എതിർത്തൊരു സംസാരം പറഞ്ഞിട്ടില്ല. അലീന വന്നതിന് ശേഷമാണ് ബാലചന്ദ്രൻ്റെ സ്വഭാവത്തിൽ ആകപ്പാടെ ഒരു മാറ്റങ്ങൾ വന്നത്. എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയതും അതിനുശേഷമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ഒരിക്കൽ പോലും എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും തന്നെ ഇല്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും ബാലചന്ദ്രൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തായിരിക്കും ബാലചന്ദ്രൻ ഇങ്ങനെ എന്നെ പറയാൻ കാര്യം എന്നിങ്ങനെ പലതവണ വൈജ ആലോചിക്കുകയാണ്. അതിനുശേഷം വൈജ നേരെ ഗംഗാധര മേനോനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാധര മേനോൻ ചോദിക്കുകയാണ്, എന്താ വൈജയ്, എന്ത് പറ്റി? നീ കുറേ നാളായല്ലോ വിളിച്ചിട്ട്. നിനക്ക് സുഖം തന്നെയാണോ? ഇപ്പോൾ എങ്ങനെയുണ്ട് നിൻ്റെ ശരീരമൊക്കെ? കുഴപ്പമില്ല ഗംഗേട്ടാ, ഞാൻ അതല്ല വിളിച്ചത്, മറ്റൊരു കാര്യം ചോദിക്കാനാ. എന്താ വൈജയ്, എന്താ? വീണ്ടും നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ബാലചന്ദ്രനുമായിട്ട് എന്തെങ്കിലും വഴക്കിട്ടോ വൈജയ്? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ് ബാലചന്ദ്രനോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പോകരുത് എന്ന്. അല്ല ഗംഗേട്ടാ, അലീന ആരാ ഗംഗേട്ടാ? പലപ്പോഴും എനിക്ക് നിങ്ങളുടെ എല്ലാം സ്വഭാവത്തിൽ നിന്ന് എന്തൊക്കെ സംശയം തോന്നുന്നു. അലീനയെ നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ആദ്യം ശിവേട്ടനും രാജീവനും ഒക്കെ എൻ്റെ കൂടെ ഒപ്പമുണ്ടായിരുന്നു എല്ലാത്തിനും. അവളെ പുറത്താക്കാൻ വരെ രാജീവൻ സിംഗപ്പൂരിൽ നിന്ന് വന്നതാണ്. പക്ഷേ പെട്ടെന്ന് രാജീവൻ്റെയും ശിവേട്ടൻ്റെയൊക്കെ സ്വഭാവം മാറി എനിക്കെതിരെ തിരിഞ്ഞു. എന്നോട് ദേഷ്യപ്പെടുന്നു. ഗംഗേട്ടനും എന്നോട് ദേഷ്യപ്പെടുന്നു. പക്ഷേ കാര്യം എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എന്താ ഗംഗേട്ടാ
അവൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധര മേനോന് പെട്ടെന്ന് എന്തോ മനസ്സിൽ വല്ലാതെ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട്. വൈജയ് ഇനി കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. എന്നിട്ട് എന്താ വൈജയ് ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാര്യം? അല്ല ഗംഗേട്ട, അവളെ ആ അലീനയെ ബാലചന്ദ്രൻ ഇനി പഠിപ്പിക്കാൻ പോവുകയാണെന്ന്, അവൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്ന്, അവളെ ഇനി സ്വന്തം കാലിൽ നിർത്തണമെന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ ബാലചന്ദ്രനോട് ദേഷ്യപ്പെട്ടു. ബാലചന്ദ്രൻ എൻ്റെ മുഖത്ത് നോക്കി ഒരു സത്യം വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ഷോക്കായി പോയി. അങ്ങനെയാ ഞാനിപ്പോൾ ഗംഗേട്ടനെ വിളിക്കുന്നത്. ഗംഗേട്ടനെങ്കിലും എന്നോട് തുറന്ന് സത്യം പറയണം. ഗംഗേട്ട, അലീന ആരാ ഗംഗേട്ട എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധര മേനോൻ വിചാരിക്കുന്നത് ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും വൈജയോട് വിളിച്ചു പറഞ്ഞു എന്നാണ്. വല്ലാതെ ഷോക്കായിട്ട് നിന്നിട്ട് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, വൈജയ് എന്താ നീ പറയുന്നത്? അലീന ആരാണെന്നോ? അന്ന് നിന്നോട് പറഞ്ഞതല്ലേ ആ കാര്യങ്ങൾ? എന്തിനാ ഗംഗേട്ട വീണ്ടും എന്നോട് ഓരോ കള്ളങ്ങൾ പറയുന്നത്? അലീന ആരാ? നിങ്ങളൊക്കെ എന്നിൽ നിന്ന് എന്തോ ഒരു വലിയ സത്യം മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് പണ്ടേ ഒരു സംശയം തോന്നിയിരുന്നു. ശിവേട്ടനും അതുപോലെ രാജീവനും പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറാനുണ്ടായ കാരണവും ഞാനിങ്ങനെ തിരക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് എന്തൊക്കെ സംശയങ്ങൾ തോന്നുന്നു. സത്യം പറ ഗംഗേട്ട, ആരാ അവള്? എന്നോട് ബാലചന്ദ്രൻ പറഞ്ഞു നിന്റെ പഴയ കഥയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്ക്, അതിൽ നിന്നും നിനക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ഗംഗാധര മേനോന് മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ബാലചന്ദ്രൻ എന്നോട് പറഞ്ഞത് നിന്റെ കുടുംബത്തിലുള്ള കുട്ടിയാ അലീന എന്നാണ്. അത് കേൾക്കുമ്പോൾ ഗംഗാധര മേനോന് ചെറിയൊരു ആശ്വാസം ആവുന്നുണ്ട്. ഓഹ്, അപ്പോൾ ബാലചന്ദ്രൻ അവളോട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അത് വൈജയ് അവൻ ആ ഒരു ദേഷ്യത്തിൽ വിളിച്ച് പറഞ്ഞതായിരിക്കും. നിന്റെ ചില നേരത്തെ സ്വഭാവം കണ്ടാൽ ആർക്കാ നിന്നോട് ദേഷ്യം വരാതിരിക്കുക? നിന്റെ പ്രവൃത്തിയും വാക്കുകളും എല്ലാം അങ്ങനെയല്ലേ വരുന്നത്? എപ്പോഴും നിനക്ക് ആ ഒരു തൻ്റെടമാണ്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞു, ഇനി നീ ബാലചന്ദ്രനുമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദേഷ്യപ്പെടരുത് എന്ന്. നീ അങ്ങനെ എന്തോ ദേഷ്യപ്പെട്ടതുകൊണ്ട് ബാലചന്ദ്രൻ അത് ഇഷ്ടപ്പെടാതെയായിരിക്കും ആ ഒരു കാര്യം പറഞ്ഞത്. അല്ലാതെ നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിയെന്നോ? നീ എന്താ ഈ വൈജയെ പറയുന്നത്? നിനക്ക് കുറച്ചെങ്കിലും ബോധമില്ലേ? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആരാ ഉള്ളത്? നിനക്കാണെങ്കിൽ അന്ന് നീ പ്രസവിച്ചത് ആ കുഞ്ഞ് മരിച്ചും പോയില്ലേ? പിന്നെ എങ്ങനെയാ? പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ആ കുഞ്ഞ് അത് നമ്മുടെ ബാലചന്ദ്രൻ്റെ സുഹൃത്തായ ജോണിൻ്റെ കുഞ്ഞാണ്. നിനക്കറിയില്ലേ ജോണിനെ? അന്ന് ബാലചന്ദ്രനോടൊപ്പം ഗൾഫിലുണ്ടായിരുന്ന അത് തന്നെ. അവനും ഭാര്യയുമായിട്ട് എവിടെയോ യാത്ര പോയതാണ് ഈ കുഞ്ഞിനെയും കൂട്ടി. അന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ കുഞ്ഞ് തനിച്ചായി. അവൻ്റെ വീട്ടുകാരെ ഏറ്റെടുത്തില്ല കുഞ്ഞിനെ. അവൻ്റെ ഭാര്യയുടെ വീട്ടിലാണെങ്കിലോ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല, വയസ്സായ അച്ഛനും അമ്മയും. അങ്ങനെയാണ് അവർ അവസാനം ആ കുഞ്ഞിനെ ഓർഫണേജിലേക്ക് എത്തിച്ചത്. ഇവിടെ വന്നതിന് ശേഷമാണ് ബാലചന്ദ്രൻ ആ കുഞ്ഞാണതെന്ന് അറിയുന്നതും അങ്ങനെയാണ് അവളെ ഇവിടെ തന്നെ താമസിപ്പിച്ചതും. അല്ലാതെ അത് ബാലചന്ദ്രൻ്റെ മോളല്ല വൈജയ്. എന്താ നിങ്ങൾ പറയുന്ന ഗംഗേട്ട? എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓരോ തവണ ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ ഗംഗേട്ട? ഗംഗേട്ടനും ഇപ്പോൾ കള്ളം പറഞ്ഞു തുടങ്ങിയോ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ബാലചന്ദ്രൻ്റെ കൂട്ടുകാരൻ്റെ കുഞ്ഞായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ബാലചന്ദ്രൻ എന്നോട് ഈ സത്യം പറഞ്ഞില്ല? ഞാൻ അംഗീകരിക്കുമായിരുന്നില്ലേ ആ കുഞ്ഞിനെ? അവളെ ഞാനിവിടെ വളർത്തുമായിരുന്നില്ലേ? പിന്നെ എന്തിനാ ഇത് ബാലചന്ദ്രൻ്റെ കുഞ്ഞാണെന്നും അങ്ങനെയൊക്കെ പറയുന്നത്? ഇതിലെന്തോ കള്ളമുണ്ട് ഗംഗേട്ട. നിങ്ങൾ നോക്കിക്കോ, ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അല്ലാതെ വൈജയ് ഇതിൽ നിന്നും പിന്മാറുമെന്ന് നിങ്ങൾ കരുതണ്ട. ഗംഗേട്ടൻ പറഞ്ഞതൊന്നും വൈജയന്തി വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ഫോൺ വച്ചതിന് ശേഷം വൈജയന്തി ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ബാലചന്ദ്രൻ അങ്ങനെ എന്നോട് സംസാരിച്ചത്? എന്തെങ്കിലും എൻ്റെ പഴയ കാര്യങ്ങൾ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവുമോ? അലീനയെ പറ്റി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അലീന പുറത്ത് സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്ന ഒരു സമയത്ത് വൈജയന്തി അവളുടെ റൂമിലേക്ക് കയറുകയാണ്. അവളുടെ ബാഗെല്ലാം പരിശോധിക്കുന്നതിനിടയിൽ അവളുടെ ആധാർ കയ്യിൽ കിട്ടുകയും അതിൽ നിന്നും അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വൈജയന്തി കാണുകയും ചെയ്യുന്നുണ്ട്. അവൾ അന്ന് ആ പെൺകുഞ്ഞിന് ജന്മം നൽകിയ അതേ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ വൈജയന്തിക്ക് പല പല സംശയങ്ങളും അല്ലാതെ ഒരു ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി. എൻ്റെ മകളായിരിക്കുമോ അലീന? ഞാനെന്നാ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ അതേ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കുമോ? ബാലചന്ദ്രൻ എൻ്റെ പഴയ കഥയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? വൈജയന്തിക്കാണെങ്കിൽ ആകെ വിയർത്ത് വല്ലാതെ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ ശിവശങ്കർ മേനോനെയും രാജീവിനെയും ഫോൺ ചെയ്യുന്നുണ്ട്. ആ വൈജയ്, എന്തുണ്ട് വിശേഷം? കുറേ ആയല്ലോ നിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അത് ശിവേട്ട, അലീനയെ പറ്റി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
അലീന അവൾ എൻ്റെ മകളാണോ ശിവേട്ട? അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പ്രസവിച്ച അതേ ഡേറ്റ് തന്നെയാണ് അലീനയുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഞാൻ കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ശിവശങ്കര മേനോൻ ചോദിക്കുകയാണ്, എന്താ വൈജയ് നീ പറയുന്നത്? അലീന നിൻ്റെ മകളാണെന്നോ? നിനക്ക് എന്താ വൈജയ്? നീ ഇത്രയും നാളും ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു, ഇപ്പോൾ പറയുന്നു നിൻ്റെ മകളാണെന്ന്. എന്താ വൈജയ് നിനക്ക്? ശിവേട്ട, എന്നിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങളൊന്നും മറച്ചു വയ്ക്കാൻ ശ്രമിക്കരുത്. എന്താണെങ്കിലും എന്നോട് പറയൂ ശിവേട്ട. ബാലചന്ദ്രൻ എൻ്റെ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്താ വൈജയ് നീ പറയുന്നത്? നിനക്ക് എന്തു പറ്റി? കാര്യം പറ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ എന്നോട് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ സംശയത്തിൽ ആ അലീനയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ ഞാൻ പ്രസവിച്ച അതേ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ അവൾ എൻ്റെ മകളാണോ ശിവേട്ട? അവസാനം ശിവശങ്കര മേനോന് ഒരു ഉത്തരവും ഇല്ലാതാവുമ്പോൾ ശിവശങ്കര മേനോൻ പറയാണ്, അയ്യോ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല വൈജയ്, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ്. അതും കൂടെ ആവുമ്പോൾ വൈജയ്ക്ക് വല്ലാതെ സംശയങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. വീണ്ടും അവൾ ആ സംശയം എന്തായാലും അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗംഗാധര മേനോനെ വീണ്ടും വിളിക്കുന്നുണ്ട്. ഗംഗേട്ട, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, അലീന എൻ്റെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധര മേനോൻ ഇങ്ങനെ വല്ലാതെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വൈജയ് നീ പറയുന്നത്? നിൻ്റെ മകളാണെന്നോ? ഗംഗേട്ട, എന്നിൽ നിന്ന് ഒന്നും നിങ്ങൾ മറച്ചു വെക്കരുത്. എൻ്റെ മകളിപ്പോൾ ജീവനോടുണ്ടോ ഗംഗേട്ട? അതാണോ അലീന? എന്താ വൈജയ് നീ പറയുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അത് ബാലചന്ദ്രൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് എന്ന്. ഇനി എന്നോട് ആ കള്ളം പറഞ്ഞ് അത് തന്നെ ഉറപ്പിക്കാൻ ശ്രമിക്കേണ്ട ഗംഗേട്ട. ഞാനിന്ന് അലീനയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിരുന്നു. ഞാനന്ന് പ്രസവിച്ച അതേ ഡേറ്റ് ഓഫ് ബർത്ത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണോ ഗംഗേട്ട അലീന? എൻ്റെ വൈജയെ അന്നത്തെ ദിവസങ്ങളിൽ എത്ര സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ടായിരിക്കും? എത്ര പെൺകുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടാവും? അതൊക്കെ നിൻ്റെ മകളാണെന്ന് പറയാൻ കഴിയുമോ വൈജയ്? ഗംഗേട്ട, എന്നോട് നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ. എന്നിൽ നിന്നും ഒരിക്കലും ഒരു കാര്യം മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. എൻ്റെ മകൾ മരിച്ചുപോയി എന്നാണ് നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മറ്റൊരു വിവാഹത്തിന് തന്നെ തയ്യാറായത്. എൻ്റെ മകൾ ഇന്ന് ജീവനോടെ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ബാലചന്ദ്രനെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. എൻ്റെ മകളെയും കൂട്ടി ഞാൻ മറ്റെവിടെയെങ്കിലും സുഖമായിട്ട് ജീവിച്ചേനെ. ഞാൻ ജോലി ചെയ്ത് അവളെയും പൊന്നുപോലെ നോക്കിയേനെ. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെയാണ് എന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. എൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നില്ല, മരിച്ചുപോയി എന്ന് നിങ്ങൾ എന്നോട് ഉറപ്പിച്ച് പറഞ്ഞു. ഇനി ഒരിക്കലും എന്നെ ഒരു ഭ്രാന്തിയാക്കരുത് ഗംഗേട്ട. അന്നത്തെ ആ മാനസികാവസ്ഥയിൽ നിന്നും ഞാൻ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ തന്നെയല്ലേ അറിയാമെന്നുള്ളത് എന്ന് പറയുമ്പോൾ ഗംഗാധര മേനോനും അല്ലാതെ അങ്ങ് പേടിക്കുന്നുണ്ട്. ഇനി എങ്ങാനും വൈജ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുമോ, അവളുടെ മാനസികാവസ്ഥയെല്ലാം താളം തെറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്, അയ്യോ വൈജയ് ഇല്ല, അത് നിൻ്റെ മകളൊന്നുമല്ല, നീ ഒന്നും മിണ്ടാതിരുന്നേ. നിൻ്റെ മകള് മരിച്ചു പോയില്ലേ, പിന്നെ എങ്ങനെയാ ഇപ്പോൾ ആ ഒരു മകള് അലീനയാവുന്നത്? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. അങ്ങനെ ഒരുവിധം വൈജയെ പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം ഗംഗാധര മേനോൻ ബാലചന്ദ്രൻ മേനോനെ വിളിക്കുകയാണ്. ഗംഗേട്ട, നിങ്ങളുടെ ഫോൺ കോൾ ഇപ്പോൾ വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. എന്തേ ഇത്ര വൈകിപ്പോയി എന്നാണ് ഞാൻ ആലോചിച്ചത്. ബാലേന്ദ്ര ഇപ്പോൾ എന്നെ വൈജ വിളിച്ചിട്ടുണ്ടായിരുന്നു അലീനയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട്. നിങ്ങൾ ഒരിക്കലും വൈജയന്തിയോട് ആ കാര്യം തുറന്നു പറയരുത്. അവളുടെ മാനസിക നില എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല. അവൾ എന്നോട് ചോദിച്ചു അലീന അവളുടെ മകളാണോ എന്ന്. ഞാൻ തർപ്പിച്ചു പറഞ്ഞു, അലീന നിൻ്റെ മകളല്ല, നീ പ്രസവിച്ച മകള് മരിച്ചുപോയി എന്ന്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ബാലചന്ദ്ര, ഒരിക്കലും അവളോട് ഈ കാര്യങ്ങൾ തുറന്നു പറയരുത് എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ് ഗംഗേട്ട? അവൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. പലതവണ ഞാൻ വേണ്ടാന്ന് വച്ചതാണ്. പക്ഷേ അവളുടെ വായിൽ നിന്നും വരുന്നതെല്ലാം അത്ര മോശമായിട്ടാണ് ഗംഗേട്ട. അവൾ എന്നെയും അലീനയും കൂടെ ചേർത്ത് വെച്ച് ഓരോന്ന് പറയുന്നത്. എത്ര സമയമെന്ന് വിചാരിച്ചിട്ട് കേട്ടോണ്ടിരിക്കും. അവളത്രയും നല്ലവളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത്രയും നാളും എന്നെ വഞ്ചിച്ച് ഒരു കുഞ്ഞിന് ജന്മവും നൽകിയിട്ട് അവളിപ്പോൾ നല്ലവള്. അപ്പോൾ ഞാൻ എങ്ങനെ തിരിച്ച് പറയാതിരിക്കും ഗംഗേട്ട? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അലീനയെ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞതാ. അപ്പോൾ അവൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാവോ? എൻ്റെ ക്ഷമ കെട്ടു. അങ്ങനെയാണ് ഞാൻ അവളോട് ആ കാര്യം പറഞ്ഞത്. പക്ഷേ ഞാൻ അവളുടെ മകളാണെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടിയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൾ എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവൾക്ക് എന്തോ സംശയങ്ങളുണ്ട്. അവൾ ചെന്ന് അലീനയുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നോക്കിയപ്പോൾ അവൾ ജന്മം നൽകിയ കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് സാമ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ എന്നോട് ചോദിച്ചത് അലീന അവളുടെ മകളാണോ എന്ന്. ഒരു തരത്തിൽ ഞാനത് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞങ്ങ് സമാധാനിപ്പിച്ചിട്ടുണ്ട്.
ആ, അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കങ്ങ് കാര്യം എളുപ്പമായേനെ എന്ന് പറയുമ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര ഒരിക്കലും അത് അവൾ അറിയരുത്. നിനക്ക് അലീനയെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എത്ര രൂപ വേണമെങ്കിലും ഞാൻ ചിലവാക്കാം. എൻ്റെ പൈസ മുഴുവനും ഞാൻ അലീനയ്ക്ക് വേണ്ടി ചിലവാക്കാം. ഒരിക്കലും ഈ സത്യം ആ വൈജയന്തി അറിയരുത്. ഓ, നിങ്ങൾ അത്രയും മെനക്കെടണ്ട. എൻ്റെ മകളല്ലേ അവള്. അവൾക്ക് പഠിപ്പിക്കാനുള്ള ക്യാഷൊക്കെ എനിക്കുണ്ട്. അല്ലാതെ നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഗംഗേട്ട. ബാലചന്ദ്ര, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഒരിക്കലും ഈ കാര്യം അവൾ അറിയരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ അങ്ങ് കട്ടാക്കിയാണ് ഗംഗാധര മേനോൻ. അതിനുശേഷം വൈജയന്തിയെ ഗംഗാധര മേനോൻ വിളിക്കുന്നുണ്ട്. വൈജയന്തി ചോദിക്കുകയാണ്, എന്താ ഗംഗേട്ട തിരിച്ചു വിളിക്കാൻ കാര്യം? വൈജയ്, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാൻ ബാലചന്ദ്രനെ ഇപ്പോൾ ഫോൺ ചെയ്തിരുന്നു. ഞാൻ ചോദിച്ചിരുന്നു എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നമെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ എന്നോടൊരു കാര്യം പറഞ്ഞു. നീയും സ്റ്റാൻലിയുമായിട്ടുള്ള പണ്ടത്തെ നിൻ്റെ പ്രണയമൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു. പക്ഷേ അതിലൊരു കുഞ്ഞുണ്ടായി എന്നുള്ള കാര്യം അയാൾ ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടില്ല. അത് അയാൾ ഒരിക്കലും അറിയാനും പോകുന്നില്ല. പക്ഷേ നീ ഇനി ഓർത്തു വെച്ചോ, ഓരോ കാര്യങ്ങൾ നീ ബാലചന്ദ്രനെ കുത്തി കുത്തി പറയുമ്പോഴും നീ ശരിയായിരുന്നോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കണം. എന്നിട്ട് വേണം ബാലചന്ദ്രനെ നീ ഓരോന്ന് പറയാൻ. ഇല്ലെങ്കിൽ വൈജയ്, നീ ദുഃഖിക്കേണ്ടി വരും. പതിയെ അയാൾ നിനക്കൊരു കുഞ്ഞുണ്ടായ വിവരവും അറിയും. അപ്പോൾ നീ എന്ത് ചെയ്യും? ബാലചന്ദ്രൻ തൻ്റെ പണ്ടത്തെ പ്രണയമെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന വൈജ ഞെട്ടലോടുകൂടിയാണ് ആ ഒരു സത്യമെല്ലാം ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് ഇനി എന്നെ കൊണ്ട് ഓരോന്ന് നീ പറയിപ്പിക്കരുത്. നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നഷ്ടമാകും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഗംഗാധര മേനോൻ ഫോൺ കട്ടുകയാണ്. അങ്ങനെ വൈജയന്തി റൂമിൽ തനിച്ചിങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴായിരിക്കും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ബബിതയും രോഹിത്തും അലീനയും കൃഷ്ണമോളും ഒക്കെ കൂടെ വരുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ മേനോൻ പറയുന്നുണ്ട്, മോളെ നീ കൂടെ ഇരിക്കെ, നീ എന്തിനാ എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നത്? നിനക്ക് കൂടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചൂടെ? അയ്യോ വേണ്ട അച്ഛാ, ഞാൻ വിളമ്പിത്തരാം. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചോളാം. എന്തിനാ മോളെ നീ ഇനി അടുക്കളയിലിരുന്ന് കഴിക്കുന്നത്? ഞങ്ങളുടെ കൂടെ ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണം. വേണ്ട അച്ഛാ വേണ്ട എന്ന് പറയുമ്പോഴും നിർബന്ധിച്ച് അലീനയെ കൂടെ ഇരുത്താൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ബബിതയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ബബിത ചാടി എണീക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്ത് പറ്റി? നിനക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ എണീറ്റ് പോവാം. നീ അടുക്കളയിൽ ചെന്നിരുന്ന് കഴിച്ചോ. അലീന എന്തായാലും ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കും എന്ന് പറയുമ്പോൾ ബബിതയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അലീന ഇരിക്കാൻ പോകുന്ന സമയത്ത് ബബിത ചാടി എണീറ്റ് വൈജയുടെ റൂമിലേക്ക് പോവുകയാണ്. അമ്മ എന്തിനാ ഇവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? എന്താലോചിച്ചായിരിക്കുന്നത്? അമ്മേ, ഭക്ഷണം കഴിക്കാൻ വാ അമ്മേ. ആ അലീനയും കൂടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ പിടിച്ചിരുത്തുന്നു ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ ഒന്ന് മോളെ, എനിക്കിപ്പോൾ അതിനൊന്നുമുള്ള സമയമില്ല. എനിക്ക് എന്തോ ഒരു സുഖമില്ലാത്തതുപോലെ. എന്താ അമ്മ ഈ പറയുന്നത്? എണീറ്റ് വരാനല്ലേ പറഞ്ഞത്? അവൾ അവിടെ കയറി ഇരിക്കുന്നു എന്ന്. അവൾ ഇനി നമ്മുടെ കൂടെ ഇരിക്കണോ കഴിക്കാൻ? ബബിത, നിന്നോടാണ് ഞാൻ പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ. എനിക്ക് ആകെപ്പാടെ ഭ്രാന്തി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോഴാണ് അവളുടെ ഡൈനിങ് ടേബിളും കഴിക്കാൻ വരാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വല്ലാതെ ദേഷ്യപ്പെടുകയാണ് വൈജയന്തി. ബാലചന്ദ്രൻ്റെ മുമ്പിൽ ഇത്രയും നാളും തലയെടുപ്പോടുകൂടി നിന്ന വൈജ പെട്ടെന്ന് അങ്ങ് തല താഴ്ത്തുകയാണ്. ബാലചന്ദ്രൻ്റെ മുന്നിലേക്ക് പോവാൻ തന്നെ വൈജയ്ക്ക് വല്ലാതെ ഒരു ടെൻഷനും പേടിയൊക്കെയാണ്. അങ്ങനെ കുറേയൊക്കെ ഒന്ന് ഒതുങ്ങിക്കൂടുകയാണ് വൈജ. അപ്പോൾ വരാൻ പോകുന്ന നല്ല അടിപൊളി എപ്പിസോഡാണ് മഴതോരും മുമ്പേയിൽ ഇനിയുള്ളത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പേയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.